കുറച്ചധികം ദിവസമായിട്ട് ചക്കപ്പുഴുക്ക് കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് ചക്ക വേണമല്ലോ. ചക്ക ഇടാനായിട്ട് ഞാനും അമ്മയും കൂടെ പോവുകയാണ്. ഈ തോട്ടിയൊക്കെ കെട്ടിയിട്ട് എത്തുമോന്നാണ് ഇനി നോക്കേണ്ടത്. ഇവിടെ മുതൽ അങ്ങറ്റം വരെയും ചക്കയാണ്. ഇതാ പഴുത്ത് താഴെ വീണ് കിടക്കുന്നു. ആ ബെസ്റ്റ്. ഇനി എന്താ ചെയ്യും? കൊളത്തി അങ്ങനെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇൻട്രോ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഞാനും അമ്മയും കൂടെ ഇന്ന് ചക്ക ഇടാനുള്ള ഒരു പരിപാടിയിലാണ്. വീട്ടിലൊരു 3-4 പ്ലാവുണ്ട്. എങ്കിലും ഈ പ്ലാവിൽ നിന്നാണ് നമ്മൾ ഇന്ന് ചക്ക ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വഴിയെ ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ പ്ലാവ് ഇതാണ്. പ്ലാവാണോ എന്ന് തന്നെ സംശയമുള്ള രീതിക്കാണ് അത് വളർന്നു പോയേക്കുന്നത്. ചക്കയാണെങ്കിലോ അങ്ങ് ഉച്ചിയിലും. തോട്ടി കൊണ്ടൊന്നും ഈ ഒരു പ്ലാവിൽ നിന്ന് നമുക്ക് ചക്ക ഇടാൻ നടക്കില്ല. അതിന് കയറ് തന്നെ വേണം. മൂന്നാമത്തവൻ ഇതാണ്. ഇതൊക്കെ നമുക്കിങ്ങനെ ഈസി ആയിട്ട് കൈയെത്തിച്ച് പറിക്കാവുന്ന ആ ഒരു വലിപ്പത്തിൽ, ആ ഒരു താഴ്ചയിൽ ചക്ക നിൽപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇങ്ങനെ തിരിച്ച് പറിച്ചെടുക്കാം. ഇപ്പോൾ പറിച്ച് അമ്മയുടെ അടുത്ത് നല്ല ചീത്ത വിളി കേൾക്കും. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് പറിച്ചെടുക്കാം. പക്ഷേ ഇതൊക്കെ കുഞ്ഞതാണ്, ആയി വരുന്നേ ഉള്ളൂ. നമുക്ക് പറിക്കാൻ പാകത്തിനൊന്നും താഴെയില്ല. തോട്ടി തന്നെ കെട്ടണം. ഇതിൻ്റെ അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ താഴെയൊക്കെ ഇതിൽ ഇഷ്ടംപോലെ ചക്ക ഉണ്ടെങ്കിലും എല്ലാം ആയി വരുന്നേ ഉള്ളൂ. ചെറിയ പരിവേ ആയിട്ടുള്ളൂ. മുകളിലാണ് പിന്നെ പറിക്കാൻ പാകത്തിനായിട്ടുള്ളത്. അത്രത്തോളം കാണുന്നില്ലെന്ന് തോന്നണം സൂം ചെയ്തിട്ടു. അങ്ങറ്റം വരെ ഉണ്ട്. താഴെയുണ്ട്, പക്ഷെ താഴെയുള്ളത് ആയിട്ടില്ല. ചെറിയ പരിവേ ആയിട്ടുള്ളൂ. എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ ആ പ്ലാവിലൊക്കെ കണ്ട ഇവിടെ മുതൽ അങ്ങറ്റം വരെയും ചക്കയാണ്. പഴുത്ത് താഴെ വീണ് കിടക്കുന്നു. ആർക്കും വേണ്ടാതെ പഴുത്ത് വീണ് കിടക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ചില സ്ഥലത്തൊക്കെ പോയാൽ ഇതിന് എന്തൊരു ഡിമാൻഡ്, പൈസ കൊടുത്തൊക്കെ വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. ഇവിടെ ആർക്കും ചക്കയോടൊന്നും വലിയ താല്പര്യമില്ല. ഒത്തിരി കാണുന്ന സാധനങ്ങളോട് പൊതുവെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഇതായിരിക്കുമല്ലോ. അമ്മ എന്തായാലും ഇവിടെ തോട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ചക്ക ഇടാനായിട്ട്. നമുക്കെന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. ഈ ഒരു പ്ലാവിൽ നിന്നാണ് ഇന്നിപ്പോൾ ചക്ക ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതും അങ്ങ് മുകളിലാണ്. 2 തോട്ടിയൊക്കെ വെച്ച് കെട്ടിയെങ്കിലേ നമുക്ക് ചക്ക ഇടാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കയറി പറിക്കാനൊക്കെ പറ്റുന്ന ആരെയിലൊക്കെ വേണം. ഇവിടെ അങ്ങനെ തൽക്കാലം കയറി പറിക്കാൻ പറ്റുന്ന ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ 2 തോട്ടിയൊക്കെ വെച്ച് കെട്ടി വലിച്ചിടലേ ഇപ്പോൾ നടക്കുകയുള്ളൂ. സംഗതി ചക്ക പറിക്കുക, മാങ്ങ പറിക്കുക എന്നൊക്കെ പറയണത് ഭയങ്കര എളുപ്പമാണെങ്കിലും അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ആ സംഭവം എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുക. അമ്മ ഇവിടെ ഒരു മുളയും പിന്നെ ഒരു അലുമിനിയത്തിൻ്റെ അലുമിനിയാണെന്നാണ് തോന്നുന്നത്. അലുമിനിയോ സ്റ്റീലോ അങ്ങനെ എന്തോ ആണ്. ഒരു കമ്പി കഷ്ണം പോലത്തെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അത് രണ്ടും കൂടെ കൂട്ടി കെട്ടിയിട്ടാണ് ഇപ്പോൾ തോട്ടിയാക്കണത്. കാരണം മുള മാത്രമായിട്ട് നമുക്ക് അത്രയും ഹൈറ്റ് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ അറ്റത്ത് എന്തെങ്കിലും കൂടെ വേണം. നോക്കിയപ്പോൾ വേറെ നല്ല കമ്പൊന്നും ഇല്ലായിരുന്നു, നല്ല മുളയൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഒറ്റ ഹൈറ്റിൽ, അത്രയും ഹൈറ്റിൽ കിട്ടുന്ന മുളക്കഷ്ണം വേണം. ഇത് നമ്മളിങ്ങനെ മാങ്ങയൊക്കെ സാധാരണ ഇതുപോലെ തന്നെയാണ് പൊട്ടിക്കാറ്. അപ്പോൾ പിന്നെ അമ്മ ആ സ്റ്റീലിൻ്റെ ഭാഗം, സ്റ്റീലാണോ അലുമിനിയാണോ എന്ന് എനിക്ക് അറിയില്ല, ആ ഒരു ഭാഗം അവിടെ കൂട്ടി കെട്ടിയിട്ട് നല്ല സെക്യൂർ ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ തോട്ടിക്കെട്ടൽ ഇവിടെ അതിഗംഭീരമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചക്ക ഇടാം. അടുത്തൊക്കെ ചക്കകൾ ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് മൂത്ത ചക്കയാണ് വേണ്ടത്. ചക്കയൊക്കെ വേവിക്കാൻ പാകത്തിനുള്ള ആ ഒരു മൂപ്പെത്തിയ ചക്കയാണ് വേണ്ടത്. അത് അത്ര അടുത്തല്ല. അതുകൊണ്ടാണിപ്പോൾ 2 പീസൊക്കെ വെച്ച് കെട്ടിയിട്ട് പൊട്ടിക്കേണ്ടി വന്നത്. സംഭവം കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള വെയിറ്റും ആ ഒരു തോട്ടിക്കുണ്ട്. അറ്റത്താണെങ്കിൽ കത്തിയാണ് കെട്ടി കൊടുത്തേക്കണത്. അതുകൊണ്ട് തന്നെ ആ ഞെട്ടിന് അത് കുടുങ്ങണില്ലായിരുന്നു. അതിൻ്റെ അകത്തോട്ടാണ് കയറി പോണത്.
ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തന്നെ വലിക്കണത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് അതിൻ്റെ ഞെട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റണില്ലായിരുന്നു. ഞാനാണ് അത് ഹൈറ്റിൽ പൊങ്ങി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് കുഴുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പുറത്ത് നിന്ന് എത്ര ശ്രമിച്ചിട്ടും പറ്റാത്തത് കൊണ്ട് തന്നെ അമ്മ ലാസ്റ്റ് അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് ആൾക്ക് നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു വശം കിട്ടുന്നില്ലായിരുന്നു. ഇപ്പുറത്തെ സൈഡിലാണ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു വശം കിട്ടുന്നത്. പക്ഷെ അപ്പുറത്തുനിന്ന് കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവിടെ ചെന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് നോക്കുകയാണ്. എന്നിട്ടും സംഗതി നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്, ആ തോട്ടിയുടെ അറ്റത്ത് കെട്ടിയേക്കുന്ന കത്തി ഇങ്ങനെ തുറന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഞട്ടിനകത്ത് കത്തി പിടുത്തം കൊടുക്കുന്നില്ല. ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കിട്ടണില്ലായിരുന്നു. ലാസ്റ്റ് നമ്മൾ തോട്ടി ഇറക്കി വീണ്ടും കത്തി കെട്ടിയിട്ട് ആദ്യം നോക്കി ആ സ്ഥലത്ത് തന്നെ ചെയ്തു നോക്കി. ബെസ്റ്റ്. ഇനി എന്തായും അതിന് മേത്തേക്ക് വീഴുവോ? അതാ മാറിക്കാളിട്ട കത്തിയുണ്ട്. ഇത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആയി എന്നുള്ള രീതിക്കല്ലേ ഇപ്പോൾ ആ ഒരു വെച്ച് കെട്ടിയ സാധനം അഴിഞ്ഞു പോകുന്നത്. ഒരു വിധത്തിൽ ആ കത്തി അതിനകത്ത് പിടുത്തം കൊടുത്തതായിരുന്നു, പക്ഷെ സംഗതി വെറുതെ ആയിപ്പോയി. അത് ഊരി പോന്നിട്ടുണ്ട്. മാറിക്കാൾ. ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അങ്ങനെ നല്ല അതിവിദഗ്ധമായിട്ട് ഫെയിലായിരിക്കുക. ആ കമ്പി ഇങ്ങോട്ട് ഊരിപ്പോന്ന്. ഇനി അത്യാവശ്യം വലിയ മുള ഉണ്ടെങ്കിലേ ഇടാൻ പറ്റത്തുള്ളൂ. മുള ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ അത് എത്രത്തോളം പറ്റുമെന്നറിയില്ല. അമ്മ മുള എടുക്കാൻ പോയിട്ടുണ്ട്. ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിൽ ആയതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പം മതി, പിന്നെ എപ്പോഴേലും നോക്കാമെന്ന്. പക്ഷേ ആൾക്ക് ഞാനൊരു ആഗ്രഹം പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് നിന്ന് പിൻവാങ്ങാൻ തോന്നുന്നില്ലായിരുന്നു. അമ്മ അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റുള്ള വേറെ മുളകളുണ്ടോ എന്ന് നോക്കുകയാണ്. അത് നമ്മുടെ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നല്ല മുളയുണ്ടോ എന്ന് നോക്കുകയാണ്. ആ സമയത്ത് ഞാനിതാ ഞാവൽപ്പഴം വീഴുന്നുണ്ട്. ഇഷ്ടം പോലെ ഞാവൽപ്പഴം നമ്മുടെ ഞാവലിൽ നിന്ന് വീഴുന്നുണ്ട്. അതവിടെ ഒന്ന് കിടക്കുന്നുണ്ടപ്പോൾ എടുത്തതാണ്. ആദ്യം ഈ ഒരു സെക്ഷനിൽ നിന്നാണ് നോക്കിയത്, പക്ഷെ അതെല്ലാം ഇങ്ങനെ വളഞ്ഞ ടൈപ്പ് മുളയാണ്. നമുക്കിങ്ങനെ കുത്തനെയല്ല, അധികം വളയാത്ത രീതിക്കുള്ള മുള വേണം, എങ്കിലേ തോട്ടിയൊക്കെ കെട്ടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നോക്കിയ സെക്ഷനിൽ എല്ലാം വളവനാണ്. അതുകൊണ്ട് തന്നെ നടക്കില്ല. അങ്ങനെ അമ്മ ഇപ്പുറത്തെ സെക്ഷനിൽ കുറച്ച് മുള കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് താഴെയായിട്ടൊരു മുള അത്യാവശ്യം നല്ല നീളവും ഉണ്ട്, എന്നാൽ വലിയ രീതിക്ക് വളവനും ഇല്ല. അപ്പോൾ അത് കണ്ടപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നോക്കി അത് ഏത് മുളയാണ്, കാരണം അതിൻ്റെ അറ്റഭാഗം മാത്രം ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കടഭാഗം ഏതാണെന്ന് മനസ്സിലാവണില്ല. ഒത്തിരി മുള ഇങ്ങനെ കൂട്ടി കിടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇങ്ങേ അറ്റം ഏതാണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ ഞാനത് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എനിക്ക് ഏറെക്കുറെ അത് നോക്കിയപ്പോൾ ഏത് മുളയാണ് ഇതിൻ്റെ അറ്റം എന്ന് മനസ്സിലായി. അപ്പോൾ അത് ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ മതി, ഇനി പിന്നെ എപ്പോഴെങ്കിലും നോക്കാമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും തുനിഞ്ഞിറങ്ങിയതല്ലേ, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. മുളയാണെങ്കിലോ എല്ലാം ഇങ്ങനെ കൂടി പിണഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ അടിയിലായിട്ടാണ് നമുക്ക് വേണ്ടത് കിടക്കുന്നത്. ഒത്തിരി മുളകൾ മാറ്റിയിട്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട സാധനം ഇങ്ങോട്ട് പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഒത്തിരി പീസസൊക്കെ മാറ്റി, പക്ഷെ അതും എടുക്കാൻ നേരത്താണ് മനസ്സിലായത് ഒരു വളവനുണ്ടെന്ന്. അങ്ങനെ മുളയുടെ ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പാപ്പൻ്റെ വീട്ടിൽ പോയിട്ട് ഈ ഒരു തോട്ടി അവരുണ്ടാക്കിയെടുത്തതാണിത്. വെള്ളയിച്ചെങ്ങാണ്ടോ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അറ്റത്ത് അരിവാളൊക്കെ വെച്ച് നല്ല സെക്യൂർ ആക്കിയിട്ടുള്ള ഒരു ഇരുമ്പിൻ്റെ പീസാണിത്. അത് അമ്മ പോയി എടുത്തുകൊണ്ട് വന്നു. ഇനി ഇത് നമ്മൾ ആദ്യം കെട്ടിയ അതേ മുളയിൽ കൂട്ടി കെട്ടാമെന്ന് കരുതി. ഇതും സംഗതി കാണുന്നത് പോലെയൊന്നുമല്ല, അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നേരത്തെ നമ്മൾ കെട്ടിയ അത്രയ്ക്കും ഒഴുക്കൻ മറ്റുള്ള ഒരു പീസല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അതിനകത്ത് നല്ല സെക്യൂർ ആയിട്ട് കെട്ടാൻ പറ്റി. അങ്ങനെ ഇത് ഒടുക്കം നമ്മുടെ ചക്ക ഇവിടെ താഴെ എത്തിയേക്കുവാണ്. ഒത്തിരി നേരം കഷ്ടപ്പെട്ടു. ആദ്യം തോട്ടി ഒടിഞ്ഞു, പിന്നെ തോട്ടി ഒന്ന് വെച്ച് കെട്ടാനായിട്ട് വേറെ നല്ല മുള കിട്ടിയില്ല. അതിനുശേഷം പാപ്പൻ്റെ വീട്ടിൽ പോയിട്ടാണ് ആ ഇരുമ്പിൻ്റെ തോട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കൂട്ടി കെട്ടി അവസാനം സാധനം നമ്മുടെ താഴെ എത്തിച്ചിട്ടുണ്ട്.
നല്ല വലുതാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. പൊട്ടിയതുകൊണ്ട് നിറയെ ചക്കപ്പശയൊക്കെ വരുന്നുണ്ട്. എന്തായാലും സംഭവം താഴെ എത്തിച്ചിട്ടുണ്ട്. പാവ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും കഷ്ടപ്പാടിനൊടുക്കം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമുക്ക് ചക്കപ്പുഴുക്കും ചക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടാറ്റ.